പ്രോപ്പറായിട്ട് വൃത്തിയാക്കാത്തതാണ് റീസൺ, അല്ലാതെ കൂടുതൽ വൃത്തിയാക്കുന്നതല്ല. നഖത്തിനൊരു അലൈൻമെന്റും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ഡീപ്പായിട്ട് വെട്ടും. നമ്മുടെ ഒരു കൺസെപ്റ്റിൽ നഖത്തിന്റെ ഷേപ്പ് ഇങ്ങനെ ആയാലും ഭംഗി എന്നുള്ളതാണ്. പക്ഷെ ചില ആൾക്കാർക്ക് അത് ഉള്ളിലേക്കായിരിക്കും ആ ഷേപ്പിംഗ് നടക്കുക. അപ്പൊ നമ്മളത് അങ്ങനെ വെട്ടിയെന്ന് വെച്ചിട്ടല്ല, പക്ഷെ വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗ്രോ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ സൈഡിൽ ഒരു ഗ്യാപ്പ് വരുന്നുണ്ടാവും. അപ്പൊ ആ ഗ്യാപ്പിന്റെ ഉള്ളിലേക്ക് ഇൻഗ്രോയിങ് ടോനെയിൽ പോലെ നഖം വളരുന്നുണ്ട്. അപ്പൊ അത് പെയിൻ ആയിട്ട് മാറുകയാണ്. അവിടെ പിന്നെ പെയിൻഫുൾ കണ്ടീഷൻ ആയി, പിന്നെ നമുക്ക് തൊടാൻ പറ്റാതെ അപ്പൊ അവിടെ ചീർത്ത് വരും. പിന്നെ നമ്മൾ അതിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറെ സാധനം വരുമ്പോൾ അതൊരു പെർമനന്റ് ആയിട്ട് അങ്ങനെ തന്നെ നടക്കും. ബട്ട് ഇൻസ്റ്റഡ് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ നഖം അതിന്റെ ഉള്ളിലേക്ക് വളരുന്നതിന് പകരം നമ്മൾ കുറച്ച് ദിവസം ജസ്റ്റ് അവിടെ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയും. ഒരു ഭാഗം ഇങ്ങനെ കൂർത്ത് വരുന്ന അവിടെ കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് വളരാതെ നിൽക്കാൻ. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് മെല്ലെ മെല്ലെ അത് നോർമൽ നഖമായിട്ട് വരും. ക്ലിനിക്കിൽ ഒരുപാട് കേസ് അങ്ങനെ വരലുണ്ട്. അപ്പൊ നമ്മൾ അവിടെ മെയിൻ ആയിട്ട് ചെയ്യുന്നത് അതാ. പിന്നെ ആ പെയിന് ഒന്ന് തടയാനുള്ള മെഡിസിൻസും കൊടുക്കാം. ഇവിടെ വൃത്തിയാക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ വൃത്തിയാക്കണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം എവിടെ വേണം കട്ടിങ് നിർത്തേണ്ടത്. ഓവർ കട്ട് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. പിന്നെ കട്ട് ചെയ്തെന്ന് വെച്ചിട്ടും പ്രശ്നമില്ല കേട്ടോ. ഇൻസ്റ്റഡ് നെക്സ്റ്റ് ഡേ മുതൽ നമ്മളെ നോർമൽ റുട്ടീനിൽ ഈ സാബൂനും അതും ഇതും ഒക്കെ യൂസ് ചെയ്യാണ്. അപ്പൊ അവിടെ എന്താ ഇൻഫെക്ഷൻ കൂടാനുള്ള ചാൻസ് കൂടുക. കാരണം കെമിക്കലി അവിടെ ഇന്ററാക്ഷൻസ് കൂടുകയാണ്. അതാണ് മെയിൻ റീസൺ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കെയർ ചെയ്യാത്തത്.